അക്കാഡമിക് ഇയർ 26-27 CBSE സെക്കൻഡറി കരിക്കുലം CBSEയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒരു വെബിനാർ CBSEയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങൾ ഞാനൊന്ന് എടുത്തു പറയാം. ആദ്യം തന്നെ 3 ലാംഗ്വേജ് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ 3 ലാംഗ്വേജ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് അവർ. അത് ഗ്രേഡ് 6-ലാണ് ഈ വർഷം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 3 ലാംഗ്വേജസ് മാൻഡേറ്ററി ആക്കുകയാണ് കരിക്കുലത്തിനകത്ത്. അപ്പോൾ ഈ ഗ്രേഡ് 6-ലെ കുട്ടികൾ ഗ്രേഡ് 10-ലെത്തുമ്പോൾ ആണ് ഗ്രേഡ് 10-ൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഗ്രേഡ് 10-ൽ ഈ 3 ലാംഗ്വേജസ് മാൻഡേറ്ററി ആക്കുന്നത് 2031-ലാണ്. 3 ലാംഗ്വേജസ് എന്ന് പറയുന്നതിനകത്ത് 2 റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം, 1 ഫോറിൻ ലാംഗ്വേജ് ആവാം. അതാണ് ഫസ്റ്റ് ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മാത്സിലും സയൻസിലും ഒരു അഡ്വാൻസ്ഡ് ലെവലൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷത്തെ 9th-ലാണെങ്കിൽ നമുക്ക് 2 ലാംഗ്വേജസ് ഉണ്ട്, പിന്നെ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ വർഷം സയൻസ്, മാത്സ് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് മാത്സ്, അഡ്വാൻസ്ഡ് മാത്സ്, സയൻസ്, അഡ്വാൻസ്ഡ് സയൻസ്, സ്റ്റാൻഡേർഡ് സയൻസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് സയൻസും സ്റ്റാൻഡേർഡ് മാത്സും എല്ലാ കുട്ടികളും എഴുതണം. അതിനാണുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ സയൻസിൽ കുറച്ചുകൂടെ താല്പര്യമുള്ള കുട്ടികൾ, കുറച്ചുകൂടെ ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾ, മാത്സിൽ കുറച്ചുകൂടെ ആപ്റ്റിറ്റ്യൂഡും താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു അഡീഷണൽ കരിക്കുലം, അതാണ് അഡ്വാൻസ്ഡ് മാത്സും അഡ്വാൻസ്ഡ് സയൻസും. ഇത് എല്ലാ കുട്ടികളും എഴുതേണ്ട കാര്യം ഇല്ല, താല്പര്യമുള്ളവർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഈ മാത്തിലും സയൻസിലും 2 ലെവൽസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ വർഷം ഗ്രേഡ് 9-ലാണ്. അടുത്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രേഡ് 9-ൽ വൊക്കേഷണൽ സബ്ജക്റ്റ് കമ്പൽസറി ആക്കുകയാണ്. അതിന് ഒരു ടെക്സ്റ്റ് ബുക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആർട്ട് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്, ഇങ്ങനെ 3 സബ്ജക്റ്റുകൾ തുടങ്ങുകയാണ്. അതിന് 3-നും സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് ഗ്രേഡ് 3 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഗ്രേഡ് 3 തൊട്ട് 8th വരെ നമ്മുടെ സബ്ജക്ട്സുകളുണ്ടല്ലോ, ലൈക്ക് മാത്ത്, സയൻസ്, വേൾഡ് അറൗണ്ട്, സോഷ്യൽ സയൻസ്, ഇതിനകത്തൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI-യും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇത് ഗ്രേഡ് 9-ലും ഇത് തുടങ്ങുകയാണ്. ഇത് കമ്പൽസറി ആണ്. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഗ്രേഡ് 10-ലാകുമ്പോഴത്തേക്കും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI-യും അവർക്കും കമ്പൽസറി സബ്ജക്റ്റ് ആക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഗ്രേഡ് 10-ൽ മറ്റു മാറ്റങ്ങളൊന്നും തന്നെയില്ല. അതായത് ഈ വർഷം 26-27 ഗ്രേഡ് 10-ൽ മാറ്റങ്ങളൊന്നുമില്ല, പഴയ സിസ്റ്റം പോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഗ്രേഡ് 9-ന്റെ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്നത് ഈ മാസം ഏകദേശം ഏപ്രിൽ മാസത്തിൽ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി NCERT സൈറ്റിൽ വരും. അതിന് പിന്നാലെ ടെക്സ്റ്റ് ബുക്ക്, പ്രിൻ്റഡ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് കുറച്ച് ചേഞ്ചസ് നമ്മുടെ കരിക്കുലത്തിൽ വന്നിരിക്കുന്നത്.